ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മളെ മുത്തുട്ടിൻ്റെ ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ രാവിലെ 6 മണി 5:40 ആയപ്പോൾ നീറ്റ് ബാങ്ക് 38-നാണ് കേട്ടോ. നിസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇരുട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല ഇരുട്ടാണ് കേട്ടോ. ആ ഒരു 6:30 ആയാലും വെളിച്ചം വെക്കില്ല. അപ്പോൾ അങ്ങനെ അടുക്കളയ്ക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ബാങ്ക് തന്നെ 5:38 ആവുന്നുണ്ട്. ഇപ്പോൾ നോമ്പ് ഒലിക്കലുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ 3 ആയി നോറ്റ് വീട്ടിൽ ഞാനും പൊന്നിന് ബാക്കിയും കൂടി ഉണ്ട്. എണീറ്റ് ചായക്കുള്ള വെള്ളം വെച്ചിട്ടോ. ഹാപ്പി ബർത്ത്ഡേ മുത്തുട്ടി. അവളോട് ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അന്ന് പാലപ്പാണ്. അപ്പോൾ അതിനുള്ള പൊടിയാണ് കേട്ടോ. പൊടി ചുടുവെള്ളം കൂട്ടിയിട്ട് അരച്ച് വെക്കണം. ഇത്തിരി പഞ്ചസാര ഇട്ട് കണ്ട് അരച്ച് വെക്കണം. 6:12 അരച്ച് വെക്കുന്നത്. ഒരു 6:45 50 ആകുമ്പോൾ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് ആദ്യക്കുട്ടി വന്നിട്ട് അവൻ കഞ്ഞി മുട്ടി വേണം പറഞ്ഞുകൊണ്ട് കരയാണ് കേട്ടോ രാവിലെ തന്നെ. അപ്പം തന്നെ എണീറ്റ് വന്നിക്കണം. ഞാനത് അരക്കലും ആ ഒരു മിക്സിൻ്റെ ഒച്ച ഇട്ടിട്ട് വന്നിക്കണം. അപ്പോൾ ഇതിനങ്ങനെ ചായയൊക്കെ തളിച്ചിട്ട് അപ്പോൾ ചായയൊക്കെ തളിച്ചു. ചായയൊക്കെ പൊടിയൊക്കെ ഇട്ട് വാങ്ങിയിട്ടു. അപ്പോൾ രാവിലെ ഒരു ചായ ഇപ്പോൾ കുടിക്കും കേട്ടോ. അതിൽ ചെറിയ മധുരത്തിൽ കുടിക്കും. പിന്നെ അന്ന് ചായ കുടിക്കില്ല കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ചൊക്കെ ഇതാക്കി ഓള് മാറ്റിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഞാനും മാറ്റി ദല്ലും എല്ലാവരും എണീറ്റ് വന്നിക്കണം കേട്ടോ. നേരം 6:45 കേട്ടോ. അപ്പോഴാണ് സംഭവം അത്. അപ്പോൾ ഒക്കെയുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക. രാവിലെ മദ്രസ പോകുന്നതിന് മുന്നേ തന്നെ വേണമെന്ന് പറഞ്ഞാണ്ട് കൊടുക്കുകയാണ് കേട്ടോ. മദ്രസ ഇട്ട് വരുമ്പോൾ പിന്നെ 10 മണിയാവും എന്തായാലും. അപ്പോൾ അങ്ങനെ ഇന്ന് കേക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യക്കുട്ടിക്ക് ഞാൻ മീഷോന്ന് 2 കൂട്ടം ഡ്രസ്സ് വാങ്ങി കേട്ടോ. പിന്നെ ടൂറും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് അവനക്ക് ഹാഫ് കൈയുള്ള ഡ്രസ്സൊക്കെ ചൂടല്ലേ അപ്പോൾ വാങ്ങി. പിന്നെ അതേപോലെ കുറച്ച് സാധനങ്ങൾ അല്ലൂരും വാങ്ങി കേട്ടോ. അല്ലെങ്കിലുണ്ട് ഭയങ്കര കച്ചറയും ഭയങ്കര കരച്ചിലും കാര്യമൊക്കെ കാര്യം. അപ്പോൾ പിന്നെ ഓൽക്കൊക്കെ സാധനം വാങ്ങി കേട്ടോ. അപ്പോൾ ആദ്യം കൊണ്ടേക്കണ് അങ്ങനെ അല്ലുമൊക്കെയുള്ള സാധനം കൊടുത്ത് അവിടെ വെച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ മുത്തുട്ടിക്കുള്ള ഒരു ചെറിയൊരു ബോക്സിൽ സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ. അല്ലൊന്നും കൊണ്ടുപോകാതെ ഫാൻസിക്ക് വയ്ക്കുന്നു ഇന്നലെ. പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആവാൻ നേരത്തിട്ട് ഒരു സ്കൂൾ കിട്ട് വരുന്നതിന് മുന്നേ തന്നെ പോയി വാങ്ങി വെച്ചിരുന്നു. പിന്നെ അങ്ങനെ ഓൽക്ക് ബബ്ലി മിഠായി വേണം പറഞ്ഞിട്ടോ. 98 അങ്ങനെ ഇത്രയാണെന്ന് തോന്നുന്നുണ്ട് ആ ഒരു മിഠായി. അപ്പോൾ അത് 2 എണ്ണം വാങ്ങിയിട്ട് ഒന്ന് വാങ്ങിയാൽ പിന്നെ കച്ചറയിക്കാരം എല്ലാവർക്കും പാടെ കഴിക്കാനും ഉണ്ടാവില്ല. ഞാൻ മുത്തുട്ടിക്ക് ടീഷർട്ടും വാങ്ങിയിരുന്നു. ഇനി ടൂറിന് പോകാൻ എത്ര ഡ്രസ്സ് ഉണ്ടായാലും ഡ്രസ്സ് തികയില്ലല്ലേ കുട്ടികൾക്ക്. അപ്പോൾ കുട്ടികൾക്ക് എന്നല്ലാട്ട് വലിയവർക്കും ഇപ്പോൾ അങ്ങനെ തന്നെയാണല്ലേ. അധികം ഈട് നിൽക്കില്ലല്ലോ ഡ്രസ്സുകളൊന്നും. അപ്പോൾ അങ്ങനെ ഒരു ടീഷർട്ടും വാങ്ങിയിട്ട് ഇത് കേക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ കേക്കിന് എന്തായാലും 500-600 ആവും കേട്ടോ. പിന്നെ അങ്ങനെ ഇതാക്കിയതാണ്. അപ്പോൾ ഓക്കും ഒരു ബബ്ലി മിഠായി. പിന്നെ ഈ ഗിഫ്റ്റ് തുറക്കുകയാണ് കേട്ടോ. അതിൽ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ എൻ്റെ ആദ്യക്കുട്ടി ഉണ്ടല്ലേ അവൻ്റെ ഇത് പിടിച്ച് നിൽക്കുകയാണ്. ഡ്രസ്സ് എടുത്തഞ്ഞിപ്പോൾ ആ ഒരു ഡ്രസ്സ് ഇട്ട് കാണാൻ കേടെടുത്തണം അതോളം ഇട്ടും നല്ല ക്വാളിറ്റിയിൽ. ഈ ഒരു ഡ്രസ്സിന് 135 അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. ഇതിന് നല്ല ഭംഗിയുണ്ട് കേട്ടോ. കയ്യില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കയ്യില്ലാത്ത ഓനക്കും ഇഷ്ടമായിട്ട് ഇടുന്നത്. പിന്നെ ഈ ഒരു ഡ്രസ്സിന് തന്നെ എത്ര 150 അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ ഇത് പറഞ്ഞും വെജാത്ത കേട്ടോ. ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു ഡ്രസ്സാണ്. അത്രയും കണ്ടില്ലേ. നിക്കറാണെങ്കിലും ആ ഒരു ടീഷർട്ടും ഒക്കെ ഭയങ്കര ക്വാളിറ്റിയിലാട്ടോ. ആകെ 150 അങ്ങനെ സംതിങ് ഉള്ളൂ തോന്നുന്നു. ആ ഒരു ഓഫർ ഉണ്ടായിരുന്നില്ല അന്ന് എടുത്താൽ 4-ാം തീയതി 5-ാം തീയതി ഓഫർ ഉണ്ടായിരുന്നില്ല ഈ മാസം. അന്ന് ബുക്ക് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ മുത്തുട്ടിൻ്റെ ഗിഫ്റ്റിൻ്റെ ആ ബോക്സൊക്കെ അയച്ചിരിക്കണം കേട്ടോ. കുറച്ച് സാധനങ്ങളുള്ളൂ. അപ്പോൾ ഒരു ഡയറിയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് അടുത്ത ബർത്ത്ഡേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ അത് പൊന്നു കണ്ടുപിടിച്ചാണ്. പൊന്നു എന്നോട് പറഞ്ഞാണ്ട് ഞാനത് ഫോണിൽ ടൈപ്പ് ചെയ്ത് കൊണ്ടുപോയിക്കാണ്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ മാല വേണമെന്നറിഞ്ഞു. മാല ഉള്ളത് എന്തൊരു മുത്തെന്തോ പൊയ്ക്കണം എന്ന് പറഞ്ഞു. പിന്നെ പേനകൾ കേട്ടോ. ഗിൽറ്റ് പേന് പെൻസിലും ആവശ്യമുള്ള സാധനം മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ സ്റ്റിക്കർ ഇത് ആവശ്യമുള്ളതല്ല. പക്ഷേങ്കിൽ ഇത് വേണമെന്ന് അവിടെ എഴുതി വെച്ചായതുകൊണ്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ചായാലും അത്രയും നല്ലതല്ലേ. പിന്നെ ഇതൊരു കട്ടറാണ് കേട്ടോ. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇതയച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ വള വാങ്ങിയിട്ടുണ്ട്. വള കുറച്ച് ടൈറ്റാണ് ഓളെ കൊണ്ടുപോകാത്തതുകൊണ്ട് അളവിനുള്ള വള ഞാൻ മറന്നു വെച്ച് പോയിന്. പിന്നെ ഒരു കട്ടർ ഇതൊക്കെ പിന്നെ ഒക്കെ ആവശ്യമുണ്ട് എന്നുള്ളത് കേട്ടോ. പിന്നെ സൈഡ് പിന്നെ കേട്ടോ. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച 2 കൂട്ടം വാങ്ങി കേട്ടോ. എവിടെ കൊണ്ടുപോയിട്ടെന്ന് അറിയില്ല കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ അങ്ങനെ തലേന്ന് ഊരിയാണ്ട് കുളിക്കാൻ പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്കൂളിൽ വന്നാൽ പിന്നെ അത് കാണൂല. അങ്ങനെ പിന്നെ തൊടുന്ന ക്യാരറ്റ് എടുക്കുക. അതേപോലെ അല്ലുവിനുള്ള സാധനങ്ങളാട്ടത്. അതേപോലെ ഒക്കെ ഒരു ഗിൽറ്റ് പേനി. പിന്നെ ഇങ്ങനത്തെ തോക്കാണ് കേട്ടോ. കട്ടർ പിന്നെ ഒരു മൈക്ക റബ്ബറും പിന്നെ പെൻസിലും മാലയും ഇത്രയും സാധനം കേട്ടോ. നോക്കും ആ ഒരു സ്ലൈഡ് പിന്നും വാങ്ങിക്കണം. ഇത്രയും സാധനം തന്നെ നോക്കും വാങ്ങിയിട്ടുള്ള ഒക്കെ ഉപകാരമുള്ള സാധനം വാങ്ങാമെന്ന് വിചാരിച്ച്. ഈ കേക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ അല്ലുവിൻ്റെ ബർത്ത്ഡേക്ക് നമ്മളിവിടെ ഉണ്ടാക്കി കഴിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ
എവിടുന്നോ കഴിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ വേണ്ട ഭയങ്കര പൈസയല്ലേ, അങ്ങനെ പറഞ്ഞുണ്ടാക്കിയതാണ് ഇങ്ങനെ കേട്ടോ. പിന്നെ അവൾ ആ ബബ്ലി മിഠായി പൊട്ടിക്കാണ്ട് എല്ലാവർക്കും ചെറിയ കഷ്ണമായി തന്നു. മറ്റേത് അവർ മൂന്നാളും കൂടെ കഴിച്ചിട്ട് എനിക്കും ബാക്കുതീന്നാണ് അവൾ തന്നത് കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമല്ല ഈ ചോക്ലേറ്റ് ഒന്നും. എനിക്ക് പിന്നെ ഈ എന്താ കറച്ച മിഠായില്ലേ അത് അങ്ങനെയൊക്കെയുള്ള കേട്ടോ ഇഷ്ടം. ഞാൻ പിന്നെ എന്താ കൂടൈസ് അല്ലെങ്കിൽ പേരക്ക അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് എനിക്കിഷ്ടം. ഇതാണ് ഈ കുട്ടികൾക്ക് പിന്നെ ഇതൊക്കെയല്ലേ ഇഷ്ടം. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒന്നും വാങ്ങലുമില്ല. അത്രയും പൈസേൻ്റെ നമുക്ക് വാങ്ങിയാൽ മുതലാവില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ രണ്ടെണ്ണം പിന്നെ അങ്ങനെ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ച് 4 ദിവസം മുന്നേ വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിരുന്നു കേട്ടോ. കണ്ടില്ലേ ഭയങ്കര ടേസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു ഉണ്ടേട്ട് അതിന് എടുത്തിട്ടുള്ളൂ. എനിക്കതത്ര വലിയ ഇഷ്ടമായിട്ടില്ല. അപ്പം അങ്ങനെ പിന്നെ അത് എനിക്കത് ഒരു കഷ്ണം തന്ന്. പിന്നെ പൊന്നൂനും വലിക്കൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കൊടുത്തിട്ട് വലുത് പൊട്ടിക്കല്ലി എന്ന് പറയുന്നുണ്ട് കണ്ട. അതിനെപ്പറ്റി പറഞ്ഞു തരികയാണേ. പിന്നെ അല്ലുവിനോടും പറയണ്ട വലുത് പൊട്ടിക്കലി ഇങ്ങക്ക് ഉണ്ട് കണ്ടോ. അവരൊക്കെ നോക്കി കടുപ്പിക്കുകയാണ് കേട്ടോ. മിഠായി ചോക്ലേറ്റ് ചിലവർക്ക് ഭയങ്കര ഇഷ്ടമല്ല. പിന്നെ ബീഫ് കറിയാണ് കേട്ടോ. നമുക്ക് തലേന്ന് വെള്ളിയാഴ്ച ചെയ്യുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കറി തേങ്ങ അരച്ച് കണ്ട് വെച്ച് അപ്പോഴേക്കും ഇവർക്ക് മദ്രസക്ക് പോകാനുണ്ട്. 7:15 മദ്രസക്ക് പോകണത്. അപ്പോൾ നമ്മൾ മാവൊക്കെ നല്ലതായിട്ട് തന്നെ പൊന്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് ബാക്കും പൊന്നൂനുള്ളതും പിന്നെ എനിക്കും ആദിക്കുള്ളതും മാത്രം ഉണ്ടാക്കി വെച്ച് കണ്ട് അലക്കാൻ പോയി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആദിക്ക് ഇത് കൊടുത്തു കണ്ട് പോയിന്. അല്ലോ ഓക്കെ ഇത് ചോട്ടാ ഭീമിൻ്റെ ആവുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ടോ. അതിൽ പിന്നെ അത് ആദ്യം കൊടുത്ത് പോയി ഓക്ക് വേറെ വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം കിട്ടിയ സന്തോഷമാണ് കേട്ടോ. ഇവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനെ കേടർത്തിയാണ്. അപ്പോൾ എനിക്കൊരു ഇങ്ങനെ അപ്പം പാലിൽ മുക്കിയാണ്ട് കേട്ടോ കൊടുത്തേ. പിന്നെ അലക്കാണ്ടായിരുന്നു കേട്ടോ. അലക്കുന്ന ആ ഒരു ഇത് നിറയെ ഉണ്ടായിരുന്നു അലക്കാൻ. ഞാൻ വെള്ളിയാഴ്ച അലക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വെള്ളിയാഴ്ച അപ്പം നേരത്തെ ചോറും കൂട്ടാനും അവലും തിരുമ്പിക്കുളിയെ കഴിയണമല്ലോ ബാങ്കാകുമ്പോഴത്തേന്ന് വിചാരിച്ചിട്ട് അലക്കാൻ നിന്നിട്ടുണ്ടായില്ല, തുടച്ചിരുന്നു. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ട് ഇവിടെയൊക്കെ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടാകും. ആകെ ചകിരിയും വിറകും ഇങ്ങോട്ട് പെരിച്ചായും ആകെ ഇങ്ങോട്ട് ഇതാക്കിയിരുന്നു കേട്ടോ. മണ്ണൊക്കെ ഇങ്ങോട്ട് എടുത്തതാക്കിയിട്ട് ഇവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു സിമെൻറ്റും ഇതൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ തന്നെ നേരാക്കിയിട്ടോ. അപ്പോൾ തേങ്ങ പൊളിച്ച ചകിരിയാണ്. മറ്റേതൊക്കെ ഇനി ആർക്കെങ്കിലും കൊടുക്കണം കേട്ടോ. ഞാൻ കുറേ ചാക്കിലാക്കി വെച്ചിക്കണല്ലോ. അപ്പോൾ അങ്ങനെ ദോശ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ട് ഞാൻ പൊയ്ക്കേന് ഓഫാക്കിയിട്ട് പൊയ്ക്കേന്. ബാക്കിയുള്ള മാവ് വീണ്ടും കണ്ടില്ലേ പൊങ്ങി വന്നിക്കണ്. നമ്മൾ എത്രത്തോളം വെക്കുന്നുണ്ട് അത്രത്തോളം ആവട്ടോ. പിന്നെ ഒരു 8:35 കഴിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ 8:35 ആയപ്പോൾ ഞാൻ വന്നിരുന്ന കേട്ടോ. തിരുമ്പല കഴിഞ്ഞ് വന്നിരുന്നാണ്. അപ്പോൾ ഇതാണ്ട് പൊന്നുണ്ടാക്കിയത് ഇവൾക്ക് വേണ്ടിയിട്ട് മുത്തുട്ടിക്ക് വേണ്ടിയാണ്ട് ഓൾ മദ്രസ വരുമ്പോഴത്തേനും ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കൊടുത്ത് പിന്നെ ഒരു 11:30 ആകുമ്പോഴത്തേന് ഞങ്ങൾ ഇറങ്ങാണ്ട്. പൊന്നൂന് ഇന്ന് അവാർഡ് കൊടുക്കുന്ന ദിവസമാണ്, ക്ലാസ്സിൽ ഫസ്റ്റായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ്ട് ഇറങ്ങാണ്. ബായാണ് മഞ്ചേരി പോയിട്ട് ഒരാളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി ഞങ്ങൾ രണ്ടാളും കുട്ടിനെയും കൊണ്ട് ഇവരെ അടുത്തുള്ള വീട്ടിൽ കളിക്കാൻ വേണ്ടി കണ്ട് വിട്ടു കേട്ടോ. ബാറിനോല് ഇവിടെ നിന്നോളൂ പറഞ്ഞു. പക്ഷെ എനിക്ക് പേടിയായിരുന്നു ഇവരിങ്ങനെ ഇവിടെ നിർത്തിയിട്ട് പോകുകയെന്ന് പറയുമ്പം ഞാൻ കോളിംഗ് ബെല്ലടിച്ച ഇവർ തുറക്കുകയും ചെയ്യും. വല്ല പിച്ചക്കാരും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് പേടിയില്ല. അങ്ങനെ അവരവിടെ ആക്കി ഞാനും പൊന്നും പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മീറ്റിങ്ങിന് പോയിരുന്നു 3 ആളേനും. അതിൻ്റെ വീഡിയോ പിന്നെ ഇടാതിരിക്കുകയാണ് കേട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ തന്നെയാണ്. പൊന്നാണ് ഓളെ ക്ലാസ്സിൽ ഫസ്റ്റ്, അല്ലും അങ്ങനെയാണ്. പിന്നെ മുത്തുട്ടി കഴിഞ്ഞ കുറിക്കത്തെ പോലെ തന്നെയാണ്. അപ്പോൾ പിന്നെ എന്താ നടന്നു പോയിക്കൊണ്ട് ഓട്ടർഷ കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങാടിക്കറ്റ് നടക്കണം. അപ്പോൾ ആദ്യക്ക് നടക്കണം പറഞ്ഞു ആദ്യം കേട്ടോ. പിന്നെ ഞാനെടുത്ത് കുറച്ച് നേരം പിന്നെ പൊന്നെടുത്ത് കുറച്ച് നേരം അങ്ങനെ ഞങ്ങളതൊക്കെ വഴങ്ങി പോവാട്ടോ. ഭയങ്കര വെയിലുമാണ്. അങ്ങനെ അങ്ങാടിക്കറ്റ് നടന്നു. അപ്പോഴാണ് ബസ് കാത്തിക്കണം. അവിടെ ചെന്നിരുന്നപ്പോൾ വാണ്ട് വിളിച്ചണം എന്താ അയാളെ കാണാൻ പറ്റിയിട്ടില്ല, അപ്പോൾ ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ബസ്സിന് പോയില്ല. അങ്ങനെ ഞങ്ങൾ കാറിനാട്ടോ. പിന്നെ വരാൻ തന്നെ ഒരു 10-20 മിനിറ്റ് എടുത്തു കേട്ടോ. 12:30 അവിടെ അവാർഡ് കൊടുക്കണത്. അതൊരു സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഇതായിട്ട്, സയൻസ് അല്ല ലേണേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിൻ്റെ ഇതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. സഭാ ഹാളിലാണ്, മഞ്ചേരി സഭാ ഹാളിലാണ് കേട്ടോ സംഭവം. അപ്പം അങ്ങനെ എത്തി രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ചെയ്ത് നമ്മൾ കൊടുത്ത്, കാരണം നമുക്ക് അവിടുന്ന് ഒരു ട്രോഫിയും ഇതൊക്കെ ഉണ്ട്, സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ അവർക്ക് ഒക്കെ ചേർത്തണമെങ്കിൽ. അപ്പോൾ അങ്ങനെ രാവിലെ 8:30 ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചക്ക് 12:30 അങ്ങനെ 6 സമയത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഉച്ചക്ക് 12:30 രാവിലെ 8:00. അപ്പോൾ രാവിലെ 8:00 നമുക്ക് കഴിയൂല, കുട്ടികൾ മദ്രസയിട്ട് വരാനുള്ളതുകൊണ്ട്. അപ്പോൾ ഇത് രജിസ്ട്രേഷൻ്റെ സ്ഥലമായിട്ടത്. പിന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂറോളം പിന്നെ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സാറിൻ്റെ ക്ലാസ് ചെയ്യുന്നു കേട്ടോ. ആദ്യം ഈ ഒരു സാറ് കുറച്ച് സമയം പറഞ്ഞു. ഇതൊക്കെ പൊന്നു എടുക്കണ വീഡിയോ ആണ് കേട്ടോ. പൊന്നാണോ ഭാവിയാണോ, ഭാവിയും കുട്ടിയോടെ വന്നിരുന്നു. പിന്നെ ഈ ഒരു സാറ്
ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. എൻ്റെ അമ്മോ മോട്ടിവേഷൻ ക്ലാസ് ആയിരുന്നു. അതിലാണ്ട് ലയിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മതി. ഒരു മണിക്കൂറോളം 1:10 കഴിയുന്നത്. പിന്നെ ചായയും കേക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടോ. ഇവിടെ നിന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കണ്ടേന്ന് വീഡിയോയും കാര്യമൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ നമ്മൾ പോന്നിട്ട് നമ്മൾ കൂടെ പൊന്നൂരപ്പം പഠിച്ചനെ ഒരു കൂട്ടുകാരി പോലെ ഉമ്മയും കൂടി ഉണ്ടായിട്ട് പോലെ ഞങ്ങൾ 32 ഇറക്കി കൊടുത്തു. കാരണം നമ്മളെ ഇതിലും ഈ റൂട്ടിന് പോരുകയല്ലേ, ഭയങ്കര ട്രാഫിക്കും കാര്യമായിട്ട് മഞ്ചേരി അങ്ങനെ കുറേ വെയിലത്ത് നിന്നു. ഇതാ പിന്നെ കടയിൽ കയറി ജ്യൂസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ ഇന്ന് മീനും കാര്യമൊന്നും കിട്ടിയിട്ടില്ല, മുട്ടയായിരുന്നു. അപ്പം മുട്ട വാങ്ങാൻ വരപ്പോൾ പിന്നെ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അതൊക്കെ അങ്ങനെ എന്താ വീട്ടിലൊക്കെ എത്തി. ഇപ്പോൾ ഇത് വൈകുന്നേരമാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങി നിസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കണ്ടില്ലേ ഞാൻ കാശ്മീരി മുളക് പാകിയിരുന്നല്ലോ, അത് മുളച്ചുണ്ടായതാണ് കേട്ടോ. അപ്പം നമുക്കൊരു 30 തയ്യൊന്നല്ലേ കാരണം ഈ തയ്യൽ താത്താരോലൊക്കെ കൊണ്ടുപോകലാണ് കേട്ടോ. കണ്ടില്ലേ ഇത് ഞാൻ എടുത്തിടാനായി എന്ന് വിചാരിച്ചപ്പോൾ എത്ര മുട്ടാണ് എനിക്കറിയില്ല, ഞാൻ ഇത്രയും മുട്ട് കണ്ടിട്ടില്ല കേട്ടോ. അത്ര മുട്ട ഉണ്ടായിട്ടുണ്ട് കാശ്മീരി മുളക് മേലെ കേട്ടോ. നമുക്കൊരു 6-7 തൈ ഉണ്ടായാൽ തന്നെ ഒരു 1 കിലോനോ 1.5 കിലോനൊക്കെ മുളക് കിട്ടും. പിന്നെ ഇത് കൈതച്ചാക്കിയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങൂലേ, ആ ഒരു കൈതച്ചാക്കി കേട്ടോ. നല്ലൊരു നീളല്ല വലിയ കൈതച്ചക്കല്ല അതാട്ടോ. ഇത് ഞാൻ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുഴിച്ചിട്ട് കുറച്ചായിട്ട് കുഴിച്ചിട്ടിട്ട് ഇപ്പോൾ ഒരു 3-4 മാസത്തോളമൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷേ ഞാനത് മുകളിൽ വെച്ചേക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ താഴത്തേക്ക് ഇറക്കി വെച്ചാൽ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് മുകൾക്ക് ഒഴിക്കുമ്പോൾ അത് ഇങ്ങനെ താഴേക്ക് പോയിട്ട് ഇപ്പോൾ താഴത്തേക്ക് ഇറക്കി വെച്ചാണ്. പിന്നെ നമ്മളെ പേരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ വിശേഷങ്ങളോട് പറയണല്ലോ, കാരണം നമ്മൾ കാണിച്ചു തന്നതല്ലേനോ. 10-25 പേരൊക്കെ ഉണ്ടായിട്ട് ഫുള്ള് ചാടിയിട്ട് പാകം 6 പേരൊക്കെ ഉള്ളൂ കേട്ടോ. ഫുള്ള് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ പൊയ്ത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ആവുള്ളൂ, വല്ലാണ്ടാവൂല കേട്ടോ. അപ്പോൾ അത് പറിക്കാൻ വേണ്ടിയാണ് മുത്തൂറ്റി ഇത് കാണിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് പറിക്കാനൊക്കെ കേട്ടോ. ഇതിലൊരെണ്ണം കണ്ടോ, അതിൻ്റെ ഒരു വെയിറ്റ് കൊണ്ട് താഴത്തേക്ക് ഇതാവണ്. അത്രയും വലിയ ഇതാവൊന്നുമില്ല കേട്ടോ അധികം, പക്ഷെങ്കിൽ നല്ല മധുരം ഉള്ളിൽ ചുവന്നതാണ് കേട്ടോ. പിന്നെ സപ്പോട്ട ഉണ്ടല്ലേ, സപ്പോട്ടകൾ ഞാൻ ഇപ്പോൾ വൈകുന്നേരം ഇങ്ങനെ എടുത്തുകൊണ്ട് വൈകുന്നേരം തന്നെ ഇത് വോയിസ് ഇടുന്നുണ്ട്. ഇവിടെ നടന്നുകൊണ്ടാണ് വോയിസ് ഇടുന്നത്, നിങ്ങൾ കേൾക്കണ്ടെന്നൊന്നും അറിയില്ല. പിന്നെ സപ്പോട്ട 1-2 സപ്പോട്ട 1-2 6-5 ഒക്കെ ഉണ്ട് മുകളിൽ കേട്ടോ. പിന്നെ ചക്ക ഞാൻ നാളെ മണക്കുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ അത് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.